വയനാട് പുൽപ്പള്ളിയെ വിറപ്പിച്ച കടുവ കൂട്ടിലായിരിക്കുന്നു. തൂപ്രയിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയിരിക്കുന്നത്. ദീപക് മോഹനുണ്ട് വിശദാംശങ്ങളുമായി. ദീപക്, കടുവ ഒടുവിൽ കൂട്ടിലായിരിക്കുന്നു. തൂപ്രയിലാണ് കടുവ കൂട്ടിലായതെന്ന് അറിയുന്നു. വിശദാംശങ്ങൾ. വയനാട് പുൽപ്പള്ളി, അമരക്കുനി, അതുപോലെ തന്നെ ദേവർഗന്ത സമീപ പ്രദേശങ്ങളിൽ 9 ദിവസത്തോളമായി ജനവാസ മേഖലയിൽ ഇറങ്ങിയ നിരവധി വളർത്തുമൃഗങ്ങളെ കൊന്ന കടുവയാണ് ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത്. വനം വകുപ്പ് ദേവർഗന്തയിൽ സ്ഥാപിച്ചിരുന്നു. ഈ കൂട്ടിലാണ് കടുവ കയറിയത്. എന്തായാലും ദിവസങ്ങളായുള്ള പ്രദേശവാസികളുടെ ആശങ്കയ്ക്കാണ് ഇപ്പോൾ വിരാമമായിട്ടുള്ളത്. നേരത്തെ ഈ വനം വകുപ്പ് സ്ഥാപിച്ച കൂടുകളിലെല്ലാം തന്നെ കടുവ ആക്രമിച്ചു കൊന്ന ആടിന്റെ ജഡം ഉണ്ടായിരുന്നു. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഇത്തരത്തിൽ കൂടുതൽ കൂടുകൾ ഈ മേഖലകൾ കേന്ദ്രീകരിച്ചിറക്കിയത്. രാത്രി 11:30 കൂടിയാണ് ഈ കൂട്ടിലേക്ക് കടുവ കയറിയത്. ദേവർഗന്തയ്ക്ക് സമീപമുള്ള ഈ കൂടിന് സമീപത്ത് വൈകുന്നേരവും പ്രദേശവാസികൾ കടുവയെ കണ്ടിരുന്നു. റോഡ് മുറിച്ച് കടുവ കടന്നു പോകുന്ന ദൃശ്യങ്ങളും ലഭിച്ചിരുന്നു. അതിനിടയിലാണ് വീണ്ടും കടുവ വൈകിട്ടോടുകൂടി ഈ പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ കടുവ വീണ്ടും. ദീപക്, ഏറെ നാളായി കടുവ അവിടെ വലിയ ഭീതിയായിരുന്നു പരത്തിയിരുന്നത്. നിരവധി ജീവികളെ അടക്കം, വളർത്തുമൃഗങ്ങളെ അടക്കം ഈ കടുവ ആക്രമിച്ചിരുന്നു. ഒടുവിലാണ് ഇപ്പോൾ കടുവ പിടിയിലായിരിക്കുന്നത്. വനം വകുപ്പിന്റെ അടക്കം കൃത്യമായ ഒരു ഏകോപനം നടന്നു എന്ന് വേണ്ടി മനസ്സിലാക്കാൻ വലിയ വിമർശനം ഉയർന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അർദ്ധരാത്രിയോടുകൂടി തന്നെ കടുവ കുടുങ്ങിയിരിക്കുന്നത് അല്ലേ? അതായത് ഈ കൃഷിയിടങ്ങൾ കേന്ദ്രീകരിച്ച് കടുവ സ്ഥിരമായി ഇറങ്ങിയതിനെ തുടർന്ന് നിരവധി ആടുകളെയായിരുന്നു കടുവ ആക്രമിച്ചിരുന്നത്. ആടുകളെ മാത്രം ആക്രമിച്ച് കൊല്ലുകയായിരുന്നു. പിന്നീട് വനം വകുപ്പ് മയക്കുപിടി സംഘത്തെ കൂടി ഈ കടുവ ദൗത്യത്തിലുണ്ടായിരുന്നു. എന്നാൽ അതിനിടയിലാണ് കടുവ ഈ കൂട്ടിലേക്ക് കയറിയത്. ഈ പ്രദേശത്ത്, അതായത് കടുവയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വയനാട് പുൽപ്പള്ളിയെ വിറപ്പിച്ച കടുവ ഒടുവിൽ കൂട്ടിലായിരിക്കുന്നു. 9 ദിവസത്തോളം പ്രദേശത്തെ ഭീതിയിലാഴ്ത്തിയ കടുവയാണ് ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത്. തൂപ്രയിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയിരിക്കുന്നത്. ദീപക്, തുടരാം. കടുവയുടെ നിലവിലെ സാഹചര്യം അത് ഭീതിയിലൊന്നും അല്ലെന്ന് അറിയുന്നു. തുളസി, വനം വകുപ്പിന്റെ മെഡിക്കൽ ടീം ഇവിടെ സജ്ജമാണ്. അതോടൊപ്പം വെറ്റിനറി സർജനുമുണ്ട്. കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പ്രാഥമികമായ ഈ വനം വകുപ്പിന്റെ വെറ്റിനറി ടീമിന്റെ വിലയിരുത്തൽ. അത്തരത്തിൽ കടുവയുടെ ഒരു പല്ല് നഷ്ടമായിട്ടുണ്ട് എന്നാണ് വനം വകുപ്പിന്റെ നിഗമനത്തിലുള്ളത്. ഏതായാലും വിശദമായ പരിശോധനകൾ ഇനി വെറ്റിനറി ടീമും ഒപ്പം മയക്കുവെടി സംഘവും ഉൾപ്പെടെയുള്ളവർ കടുവയെ നടത്തും. ഏകദേശം എന്തായാലും കടുവയുടെ നിന്ന് സുൽത്താൻ ബത്തേരി കടുവ പരിപാലന കേന്ദ്രത്തിലേക്കാണ് ആദ്യം ഇവിടെ നിന്ന് മാറ്റുക. അതിനുശേഷമായിരിക്കും പിന്നീട് കൃത്യമായി ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ള രീതിയിൽ നിർദ്ദേശങ്ങൾ വനം വകുപ്പിന് ലഭിച്ചിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. ഏതായാലും ദിവസങ്ങളായി ഈ മേഖലയിൽ വിലസി നടന്ന കടുവയാണ് ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത്. അതോടൊപ്പം പുൽപ്പള്ളി, അമരക്കൊല്ലി, ആടിക്കൊല്ലി പ്രദേശവാസികൾക്ക് വലിയ ഒരു ആശ്വാസവുമാവുകയാണ്. കാരണം 3 വാർഡുകളിലായി സ്ഥിര സാന്നിധ്യമുള്ള കടുവയുടെ സാന്നിധ്യത്തെ തുടർന്ന് ഈ 3 വാർഡുകളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. സ്ഥിരമായി രാത്രി ഈ 3 വാർഡുകളിലും യാത്ര ചെയ്യുന്ന കടുവയെ പിന്തുടർന്ന് പിടികൂടാനുള്ള ശ്രമങ്ങൾ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും വനം വകുപ്പിന് ഇപ്പോഴാണ് ആ ഒരു ദൗത്യം പൂർണ്ണതയിൽ എത്തിക്കാനായത്. വനം വകുപ്പ് ഈ മേഖലകളിലെല്ലാം സ്ഥാപിച്ച കൂടുകളിലെല്ലാം തന്നെ കടുവയ്ക്കായി ഇരകൾ ഉണ്ടായിരുന്നു. ഇന്ന് അല്പം മുൻപ് മറ്റൊരു കൂട് കൂടി ഈ മേഖലയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. 6 കൂടുകൾ സ്ഥാപിച്ചിരുന്നു. അതിലൊരു കൂട്ടിലാണ് വൈകിട്ട് 11:30 രാത്രി 11:30 കടുവ കുടുങ്ങിയത്. തീർച്ചയായിട്ടും വയനാട് പുൽപ്പള്ളിയിൽ 10 ദിവസത്തോളം ഭീതി പരത്തിയ കടുവയാണ് ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത്. വനം വകുപ്പ് സംയുക്തമായി നടത്തിയ തിരച്ചിലിൽ ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു തിരച്ചിൽ നടത്തിയത്. ഒടുവിൽ ഇപ്പോൾ ആടുകളെ മാത്രം ആക്രമിച്ചുകൊണ്ടിരുന്ന കടുവയാണ് കൂട്ടിലായിരിക്കുന്നത്.